ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രത്തിൽ ശുക്രൻ തെളിയുന്നു. സർവ്വ സൗഭാഗ്യവും ഞാൻ ഈ പറയുന്ന 4 രാശിക്കാർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ചിത്തിര നക്ഷത്രത്തിൽ ശുക്രൻ നക്ഷത്രമാറ്റം നടത്തുകയാണ്. അതിൻ്റെ ഫലമായി ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഈ 4 രാശിക്കാർക്ക് അത് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ശുക്രൻ്റെ രാശിമാറ്റം പല വിധത്തിലാണ് നിങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നത്. അതുമാത്രമല്ല, ചിത്തിര നക്ഷത്രത്തിലേക്ക് മാറുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്നു മുതൽ, അതായത് ഏകദേശം ഒക്ടോബർ 28-ാം തീയതി തൊട്ടാണ് ശുക്രൻ ചിത്തിര നക്ഷത്രത്തിലേക്ക് മാറിയത്. അതുമുതൽ ഈ പറയുന്ന 4 രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമൊക്കെ എത്തും. ഗ്രഹങ്ങളുടെ രാശിമാറ്റം പുതിയ കാര്യമല്ല. ഏകദേശം ഒക്ടോബർ 28 കൂടി ഈ ശുക്രൻ ചിത്തിര നക്ഷത്രത്തിലേക്ക് മാറും. ഇത് അപ്പോൾ ഇപ്പം കഴിഞ്ഞു പോയി. അപ്പോൾ ഏകദേശം അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 4 രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ എത്തും. എന്നാൽ അത് അവരുടെയൊക്കെ ആ ഒരു രാശി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു ഗുണങ്ങൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. മേടം രാശിയാണ് ആദ്യമായിട്ട് പറയുന്ന രാശി. മേടം രാശിക്കാർക്ക് ശുക്രൻ്റെ അതായത് ശുക്രൻ എൻ്റെ ചിത്തിര നക്ഷത്രത്തിലേക്കുള്ള ആ ഒരു മാറ്റം ശുഭകരമായ പല മാറ്റങ്ങളുമാണ് നൽകുക. അതുമാത്രമല്ല, അവർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ആ ഒരു രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മികച്ച രീതിയിൽ ആ ബിസിനസ് മുന്നോട്ട് പോകും. അതേസമയം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു രാശിയിലുള്ളതെങ്കിൽ അവർക്ക് മത്സര പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് ഈ ഒരു അവസരം ആ ഒരു അവസരമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഫലം നല്ല രീതിയിൽ തേടിയെത്തും. അത്രയധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നതാണ് ഈ ശുക്രൻ്റെ മാറ്റം. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ മികച്ചു നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ വേണ്ട. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും. തന്നെയാണ് ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യമാണ്. ഈ രാശിക്കാർക്ക് ജീവിതത്തിലെ സന്തോഷം എന്നേക്കും നിലനിർത്താനായിട്ട് ശുക്രൻ സഹായിക്കും. അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ്. ഇനി ഇടവം രാശിക്കാർക്ക് എങ്ങനെയാണ് ഈ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അവർക്ക് ഒരു വലിയ മാറ്റം തന്നെയാണ് കാത്തിരിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ വാതിലുകൾ അവരുടെ മുന്നിൽ തുറക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ആഡംബരമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വരുമാനം ഇരട്ടിയാവുകയും അതുവഴി സാമ്പത്തിക ഉയർച്ച വരികയും ചെയ്യും. ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. സന്തോഷകരമായ പല മാറ്റങ്ങളും അവരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ്. ഈ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ശുക്രൻ ഈ ചിത്രയിലോട്ടുള്ള ആ ഒരു മാറ്റം എന്തോരം അവരെ ബാധിക്കുമെന്ന് നോക്കാം. അവർക്കും ഇതുപോലെ തന്നെ സന്തോഷവും സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലും സംഭവിക്കുക. അതുപോലെ തന്നെ ശുക്രൻ്റെ ഒരു നക്ഷത്ര മാറ്റം കൂടുതൽ ആത്മവിശ്വാസം അവർക്ക് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരാണെങ്കിൽ വിവാഹത്തിന് ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അനുകൂലമായ ഒരു സമയമാണ് ഈ സമയം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സന്തോഷം കൂടുതലും ഉണ്ടാവുന്നൊരു സമയമാണ്. അതുപോലെ കരിയറിൽ പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ രാശിക്കാർക്ക് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നല്ല രീതിയിലായിരിക്കും ഇനി വരാൻ പോവുക ചെയ്യുക. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ശുക്രൻ്റെ നക്ഷത്രത്തിലെ ഒരു ചിത്തിര നക്ഷത്രത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം എത്രയധികം ഗുണകരമായി മാറുമെന്ന് നോക്കാം. ചിത്തിര നക്ഷത്രത്തിലേക്കുള്ള മാറ്റം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവാൻ ഏറെ ഒരു അവസരങ്ങളാണ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുക.
ഇനി ദീർഘകാലമായിട്ട് അവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല അവരാഗ്രഹിക്കുന്ന പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് സാധിക്കും. പണം തിരികെ കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനൊക്കെ ഒരു യോഗം കാണുന്നുണ്ട്. ആ, ഈ 4 രാശിക്കാരുടെ കാര്യമാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു ചിത്തിര നക്ഷത്രത്തിലേക്ക് ശുക്രൻ്റെ മാറ്റത്തിലൂടെ ഈ 4 നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഗുണം തെളിയുന്നത്. സർവ്വ സൗഭാഗ്യമാണ് ഈ 4 രാശിക്കാർക്ക് ഈ ഒരു സമയം വന്നു ചേരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാശിക്കാരൊക്കെയാണ്, അതായത് മേടൻ രാശി, ഇടവൻ രാശി, തുലാം, അതുപോലെ തന്നെ വൃശ്ചികൻ രാശി, ഈ 4 രാശിക്കാർക്കാണ് ഈ ഒരു സമയം ഏറ്റവും നല്ല ഒരു സമയമാണ്. അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നടക്കുകയും പല സൗഭാഗ്യങ്ങൾ തേടിയെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.